ഇറാനുമായുള്ള സംഘർഷത്തിനിടയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഇസ്രയേൽ തങ്ങളുടെ അത്യാധുനിക ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനമായ അയൺ ബി യുഎഇയിൽ വിന്യസിച്ചതായി റിപ്പോർട്ട്. ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലേസർ സംവിധാനത്തിന് പുറമെ 20 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ഇറാന്റെ ഡ്രോണുകളെ കണ്ടെത്താൻ ശേഷിയുള്ള സ്പെക്ട്രോ എന്ന നിരീക്ഷണ പ്ലാറ്റ്ഫോം ഇസ്രയേൽ കൈമാറിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ സൗഹൃദത്തിന്റെ മൂല്യം തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്ന് മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യ കൈമാറുക മാത്രമല്ല ഇസ്രയേൽ ചെയ്തതെന്നും യുഎഇയിലേക്ക് അയച്ച അയൺ ബി വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഭാഗം സൈനിക ട്രൂപ്പിനെ തന്നെ വിന്യസിച്ചുവെന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ സവിശേഷതകളും സാങ്കേതികത്വവും നിറഞ്ഞ അയൺ ബീമാണ് ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത്. ഭൂതല അടിസ്ഥാനത്തിലുള്ള ലേസർ സംവിധാനമാണിത്. റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇവ വികസിപ്പിച്ചത്. പുത്തൻ സാങ്കേതിക വിദ്യകളാണ് ഈ ലേസർ സംവിധാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ദൂരപരിധിയുള്ള റോക്കറ്റുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സംവിധാനം ലക്ഷ്യസ്ഥാനത്തെ 4-5 സെക്കൻഡുകൾക്കുള്ളിൽ നിർവീര്യമാക്കുന്നു. മുൻപ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള വിക്ഷേപിച്ച മിസൈലുകൾക്കും പ്രതിരോധങ്ങൾക്കുമായി ഇസ്രയേൽ ഈ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ മുൻപും ആദ്യഘട്ടത്തിലുള്ള തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെല്ലാം യുഎഇക്ക് കൈമാറിയിട്ടുണ്ട്. ആയുധ കൈമാറ്റത്തോടൊപ്പം ഇന്റലിജൻസ് വിവരങ്ങളും ഇസ്രയേൽ യുഎഇയുമായി കൈമാറുന്നുണ്ട്. 2020 പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച എബ്രഹാം ഉടമ്പടിയാണ് ഈ സൈനിക സഹകരണത്തിന് അടിത്തറയായത്. സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ കരാറോടെ ശക്തമാവുകയായിരുന്നു. ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ ഏകദേശം 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും യുഎഇക്ക് നേരെ അയച്ചിട്ടുണ്ട്. ഇസ്രയേൽ നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ആക്രമണങ്ങളെ യുഎഇ വിജയകരമായി നേരിട്ടു. മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനും അവർക്ക് സാധിച്ചു. സാങ്കേതിക വിദ്യ കൈമാറുന്നതിൽ മാത്രം ഇസ്രയേൽ ഒതുങ്ങി നിന്നില്ല. പ്രശസ്തമായ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനവും അത് പ്രവർത്തിപ്പിക്കാനാവശ്യമായ സൈനികരെ ഇസ്രയേൽ യുഎഇയിലേക്ക് അയച്ചിട്ടുണ്ട്. ഗണ്യമായ എണ്ണം ഇസ്രയേലി സൈനികർ നിലവിൽ യുഎഇയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം ഡസൻ കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ ദൌത്യത്തിന്റെ ഭാഗമായി യുഎഇയിലുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ യുഎഇ ലക്ഷ്യമാക്കി ഇറാൻ നിരവധി മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ഈ ഭീഷണികളെ നേരിടാൻ ഇസ്രയേൽ നൽകിയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലുള്ള പ്രതിരോധ കവചങ്ങൾ യുഎഇ സജീവമാക്കി. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഭൂരിഭാഗവും വിജയകരമായി തടയാൻ യുഎഇക്ക് സാധിച്ചു. കൂടാതെ ഇറാന്റെ മിസൈൽ വിക്ഷേപണങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും ഇസ്രയേൽ യുഎഇയുമായി പങ്കുവച്ചു. അതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വെടിനിർത്തലിലൂടെ താൽക്കാലികമായി ശാന്തമായിരിക്കെ യുഎസ് സൈനികർക്ക് നേരെ സൈബർ ആക്രമണവുമായി ഇറാൻ അനുകൂല ഹാക്കർ ഗ്രൂപ്പുകൾ. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന യുഎസ് മറീൻ ക്രോപ്സ് അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹാക്കർമാർ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായി നേവൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസ് വെളിപ്പെടുത്തി. ഹന്താല എന്ന ഹാക്കർ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. നിങ്ങളുടെ ഐഡന്റിറ്റി തങ്ങളുടെ മിസൈൽ യൂണിറ്റുകൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളുടെ ഓരോ ചലനവും തങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്നായിരുന്നു സൈനികർക്ക് ലഭിച്ച ഒരു സന്ദേശം. ഭീഷണി സന്ദേശങ്ങൾക്കൊപ്പം ഏകദേശം 2379 യുഎസ് സൈനികരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയതായും ഹാക്കർമാർ അവകാശപ്പെട്ടു. എന്നാൽ ഇത്തരം സന്ദേശങ്ങൾ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും നേരിട്ടുള്ള ശാരീരിക ഭീഷണി നിലവിലില്ല എന്നുമാണ് NCIS വ്യക്തമാക്കുന്നത്. പല സൈനികരും ഈ സന്ദേശങ്ങൾക്ക് പരിഹാര രൂപേണ മറുപടി നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തതും ഇതേ ഗ്രൂപ്പാണെന്ന് കരുതപ്പെടുന്നു. സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ഓൺലൈൻ സുരക്ഷ കർശനമാക്കണമെന്നും അപരിചിതമായ സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും നേവി സെക്രട്ടറി കഴിഞ്ഞ മാസം പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ സൈനികരുടെ ആത്മവീര്യം തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ യുദ്ധമുറയാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത് എന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ നിലവിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സൈബർ ഇടങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.